പ്രിയ കർഷക സ്നേഹിതരെ, ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ പുതിയ ഒരു ഫലവൃക്ഷവും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വന്നതാണ്. വീടിൻ്റെ മുൻവശത്ത് നിൽക്കുന്നതായ ഒരു ചെറിയ ബാരൽ വെച്ചിരിക്കുന്നതായ ഒരു ഫലവൃക്ഷമാണ് ഇത്. ഞാൻ മലപ്പുറത്തുനിന്ന് വരുത്തിയ ചെടിയാണ് ഇത്. സെഡാർ ചെറി നിറച്ച് കായ്ച്ച് നിൽപ്പുണ്ട്. ഇതാണ് സെഡാർ ചെറി. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിനകത്ത് ഫ്ലഷ് കുറവാണ്. അതിൻ്റെ വിത്താണ് കൂടുതലും. ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് വെക്കാൻ പറ്റിയതായ നല്ല ഭംഗിയുള്ള ഒരു ഫലവൃക്ഷമാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ പറ്റും. എനിക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ട്. കിളികൾക്കൊക്കെ വളരെ സന്തോഷമാണ്. ഇതെല്ലാം രാവിലെ വന്ന് കിളികളെല്ലാം തിന്ന് കഴിഞ്ഞിട്ടുള്ള ബാലൻസാണിത്. ഒഴിഞ്ഞ് ധാരാളം നിൽപ്പുണ്ട്. നല്ല മധുരമാണ്. നല്ല പ്രകാശമുള്ളിടത്താണ് നിൽക്കുന്നത്. നിറച്ചുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കുറച്ച് കിളികൾ കൊണ്ടുപോയി. അപ്പം നിങ്ങളെ ഇത് കാണിക്കുവാൻ, ഈ സന്തോഷം പങ്കിടുവാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇതുപോലെയുള്ള പല വൃക്ഷങ്ങളൊക്കെ ചെറുതായിട്ടുള്ള, ഇതൊന്നും വലിയ എഫർട്ടൊന്നുമില്ല. ചാണകപ്പൊടിയും വേപ്പൻ പിണ്ണാക്കും അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ ഇട്ടാണ് ഞാൻ നട്ടത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാണകത്തിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കും. നല്ല ഭംഗിയായിട്ട് ഒഴിക്കുന്നുണ്ട്. നോക്കാം, ഇതാ നോക്കിയാൽ നിറച്ചതാ. വീണ്ടും അത് പൊഴിഞ്ഞു പോയി. തൊടുന്ന ഉടനെ പൊഴിഞ്ഞു പോകും. നല്ല ടേസ്റ്റാണ്. ഇത്രയുണ്ട് കുരു. ഇത് വേണമെങ്കിൽ നമുക്ക് നട്ട് കിളിർപ്പിക്കാവുന്നതാണ്. ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നതിലും എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാൻ ദയവായിട്ട് നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. താങ്ക് യു ഓൾ.